പള്ളിയിൽ പോകാണ്ട് ഇത്ര തീവ്രത കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പം അവിടെ ഒരു ചായക്കടയുണ്ട് കേട്ടോ. ആ ചായക്കടയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കും അപ്പച്ചൻ. അപ്പോൾ ആ ചായയിൽ നിന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പൈസ ഉള്ള ദിവസമൊക്കെയാണെങ്കിൽ ഒരു ചായ എനിക്ക് എക്സ്ട്രാ കിട്ടും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പള്ളിയിൽ പോയാറുണ്ട്. അന്നത്തെ കാലത്തെ ഒരു മനോഭാവമാണ് കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ എന്താ പറയുക ബാക്കിയുള്ള ചെറിയ കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങൾ. കാരണം അപ്പന് 2 അനിയന്മാരുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും പിന്നെ അപ്പൻ്റെ അനിയനൊരു 3 കുഞ്ഞുങ്ങളും അന്നത്തെ കാലത്ത് കേട്ടോ 3 കുഞ്ഞുങ്ങളും പിന്നെ ഒരു അനിയന് ഒരു മോളും പിന്നെ അമ്മായിമാരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരും എല്ലാവരും കൂടെ എന്തായാലും 6, 7, 8 പിള്ളേരുണ്ടാവും. അതിനിടയ്ക്ക് അടി ഇടി എന്താ പറയുക മണ്ണ് വാരി എറിയൽ, അതിനിടയ്ക്ക് അപ്പച്ചൻ്റെ അമ്മ വന്നിട്ട് തല്ലാൻ വരൽ. അപ്പോൾ അപ്പച്ചൻ്റെ അമ്മ തല്ലാൻ വരുമ്പോൾ ഒരു കാര്യമുണ്ട്.